ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തൊരു വീഡിയോ കേട്ടോ. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേനും ഹസ്ബൻഡ് പിള്ളേരെ എല്ലാം റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ പോയിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പം ഞാൻ വന്ന് എൻ്റെ ഷൂ ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഈശോയുടെ അടുത്ത് പോയി നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഫ്രഷ് ആകാനൊക്കെ പോയി കേട്ടോ. അതിന് ശേഷം നമ്മൾ വീട്ടിൽ ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ഓരോ റൂമുകളും കാര്യങ്ങളും ഒക്കെ നോക്കുവാണ്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ പുതിയൊരു ഡസ്റ്റ്ബിൻ ഇരിക്കുന്നു. ഡസ്റ്റ്ബിൻ എന്നല്ല പറയണ്ടേ, ഇതിനൊരു ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തന്നെ കണ്ടു കേട്ടോ. എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി, നേരത്തെ നമുക്ക് മെയിലൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ നോട്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കളയുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് കളയാൻ വേണ്ടിയുള്ള ബോക്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 ബോക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട് അവർ, 2 ബക്കറ്റ്. അപ്പം ഒന്ന് എന്തിനാന്ന് വെച്ചാൽ ചെറിയ ബക്കറ്റ് നമ്മൾ അതിന് ഇടാനുള്ള കവറും തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ബക്കറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ട്, അതായത് വീടിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് ഫില്ലാകുമ്പോൾ നമ്മളത് അത് കവർ കെട്ടിയിട്ട് നമ്മൾ വലിയ ബക്കറ്റിൽ ഔട്ട് സൈഡ് വെക്കുക. എന്നിട്ട് ആ വലിയ ബക്കറ്റാണ് നമ്മൾ പിന്നെ വീക്കിലി, ഇപ്പോൾ എവരി വീക്ക് ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതായത് ജൂലൈ 27 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ നമ്മൾ വന്നപ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ബാസ്ക്കറ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ ഡിഷ് വാഷറിലോട്ട് നമുക്ക് കുറേ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തന്നെ ഹസ്ബൻഡ് യൂസ് ചെയ്ത നൈറ്റിൽ യൂസ് ചെയ്ത ഫുഡ് കൊടുത്ത പാത്രങ്ങളെല്ലാം ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ ടേബിൾ രാവിലെ പിള്ളേർക്ക് കൊടുത്ത ഫുഡിൻ്റെ ഇത്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്ലിയർ ചെയ്ത് ഡൈനിങ് റൂം ഒന്ന് ക്ലീൻ ചെയ്ത് അതിലെ തിങ്സും എല്ലാം എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യാനുള്ളതെല്ലാം കൂടെ നമ്മുടെ ഡിഷ് വാഷിലോട്ട് വെക്കട്ടെ. കാരണം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത്രയും പാത്രം കഴുകി വെച്ച് വരുമ്പോഴത്തേനും നല്ല സമയമാവും. അതുകൊണ്ട് അതിലും എനിക്കെപ്പോഴും ഈസി ഡിഷ് വാഷിലോട്ട് വെക്കും. അപ്പോൾ ഞാനത് എല്ലാം ഡിഷ് വാഷിലോട്ട് വെച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഇന്നിപ്പം നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കണം. ഫുഡെന്ന് വെച്ചാൽ ചോറുണ്ടാക്കണം, കറി വെക്കുകയൊക്കെ ചെയ്യണം. അപ്പം പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പുമില്ല ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ചോറ് ഈ തലേദിവസം വെച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ആ സ്റ്റെയിനറൊക്കെ നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്ത്, പിന്നെ പുതുതായിട്ട് ഇന്ന് ചോറ് വെക്കാൻ വേണ്ടി കുത്തരിച്ചോറാണ് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ നമ്മുടെ കുക്കറി ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ കുക്കർ വെച്ചോട്ടെ. അപ്പോൾ വൈറ്റ് റൈസാണ് വെക്കുന്നതെങ്കിൽ ഞാൻ കുക്കറി വെക്കത്തില്ല കേട്ടോ. നമ്മൾ നേരെ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉണ്ടാക്കുക ചെയ്യാറ്. അപ്പോൾ ഈസി ആയിട്ട് ഇപ്പോൾ കുക്കർ ഇത് നമുക്കറിയാം എത്ര നേരം വേണമെന്നൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് യൂഷ്വലി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കുക്കറിലോട്ട് വെച്ചു എളുപ്പത്തിന്. അതിനുശേഷം ഞാൻ പിന്നെ ഒന്ന് പോയി ഡൈനിങ് ടേബിൾ അവിടെ റിമോട്ടുകളൊക്കെ ഇരിക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് ടേബിളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഹാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊട്ടിക്കുളഞ്ഞ് അതിൻ്റെ കുഷിനൊക്കെ ഒന്ന് കൊട്ടിക്കുളഞ്ഞ് നീറ്റാക്കി ഒന്ന് വെച്ച് കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് അടിച്ചു വരാനുണ്ട്. ഒരുപാട് പണിയുണ്ട് നമുക്കിപ്പം. ഞാനിതെല്ലാം ജസ്റ്റ് ക്ലീനാക്കി വെച്ചപ്പോഴത്തേനും ഹസ്ബൻഡ് വന്നു. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ 2 പേരുടെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം നമ്മുടെ ബാക്കി പണികൾ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ എനിക്കിന്ന് നൈറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഔട്ട് സൈഡിലോട്ടൊന്നും പോകണില്ല കേട്ടോ. അപ്പം ഹസ്ബൻഡിനോട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പോയി മേടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞു. ഞാൻ അന്നേരത്തേനും നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന ചെടികളിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊക്കെ ഒരു രസമായ കാര്യമാണല്ലോ. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് വാട്ടറിങ് വേണം കേട്ടോ പ്ലാന്റ്സിനൊക്കെ, അല്ലെങ്കിൽ എല്ലാം അതങ്ങ് മോശമായി പോകുന്നുണ്ട്. അപ്പം ഞാൻ വീടിനകത്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഒരു തുളസിയാണ് കേട്ടോ, ബേസിൽ എന്ന് പറയുന്നത് ആ ബേസിലാണിത്. അപ്പം അത് നന്നായിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തൊന്ന് എല്ലാം എടുത്ത് വെച്ച് നമ്മുടെ വിൻഡോ സൈഡിലാണ്, കിച്ചൻ്റെ വിൻഡോ സൈഡിൽ വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നനയ്ക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ ബാക്കി വെച്ചിരിക്കുന്ന ചെടികളോ റൂമിനകത്തത് കിച്ചൻ്റെ വിൻഡോ സൈഡിൽ വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ഞാൻ വാട്ടറിങ് ഒക്കെ കൊടുത്തത്, വെള്ളം ഒന്നിട്ടൊന്ന് ലീഫൊക്കെ ഒന്ന് നനച്ച് കൊടുത്ത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് ഒരു സിനോച്ചൻ അത് കൂട്ട് നമുക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോയി. എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, കാരണം ഞാൻ ചോറും കറിയെല്ലാം വെക്കാനും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു 2 പോയിട്ട് സമയം പോകും, പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പോരണ്ട, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പോവുകയാണ് മിക്കവാറും ഞങ്ങൾ ഒന്നിച്ച് 2 പേരുടെ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ പോവുക കേട്ടോ കൂടുതൽ സമയം. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പം പോകാൻ പറ്റിയില്ല, ഞാൻ പോയിട്ടില്ല. പിന്നെ രാവിലെ തന്നെ തുണിയെല്ലാം അലക്കിയിട്ടിരുന്നത് ഉണങ്ങി കേട്ടോ. കാരണം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഉണങ്ങിയതെല്ലാം ഞാൻ നമ്മുടെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലോട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം എനിക്ക് എളുപ്പമുണ്ട് അത് മുറിയിൽ കൊണ്ട് വെക്കാനും പിന്നെ അവിടെ നിന്ന് എടുത്ത് വെക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ട്.
ഇതിനിടയ്ക്ക് പിന്നെ നമ്മുടെ ഒരു പാഴ്സൽ വന്നു കേട്ടോ, നമ്മൾ ഓർഡർ കൊടുത്തിരുന്ന ടെമ്മിൽ ഓർഡർ കൊടുത്തിരുന്നത്. അപ്പം വന്നപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നമ്മുടെ കുറച്ച് സ്റ്റോറേജ് ബോക്സായിരുന്നു ഞാൻ മേടിച്ചിരുന്നത്. കാരണം നമ്മുടെ പയറ്, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചത്. അപ്പം ഞങ്ങളുടെ നമ്മളൊരു ബോക്സിനകത്ത് ഒന്നിച്ച് വെക്കുമായിരുന്നു ഇതിന് കൂടിനകത്ത് തന്നെ. അപ്പം ഞാൻ ഓർത്ത് ഇതാകുമ്പോൾ ഈസിയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കറി വെക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ സാധനം ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കാണുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇതിനകത്ത് ഇട്ട് വെക്കാമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ, ആർക്കാണെങ്കിലും അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു പാക്കിങ് ഭയങ്കര നല്ല ക്യൂട്ടായിട്ടായിരുന്നു പാക്ക് ചെയ്ത് വന്നിരുന്നത്. നമുക്ക് അത്രയും പാത്രങ്ങൾ ഒരു ബോക്സിനകത്തുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബാസ്ക്കറ്റെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി വെക്കും കേട്ടോ. കഴുകി ഉണക്കിയതിന് ശേഷം നമ്മളതിനകത്തോട്ട് നമ്മുടെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ നോക്കിയപ്പം പരിപ്പുണ്ട്, പരിപ്പ് കറി വെക്കാൻ ഓർത്തുകൊണ്ട്. കാരണം ഹസ്ബൻഡ് ഞാൻ മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് വെക്കുമ്പോഴത്തേന് സമയം പോകും. പിന്നെ അതുമല്ല, ഹസ്ബൻഡിന് ഇന്ന് ഉച്ചയ്ക്ക് ജോലിക്കും പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് കറികളും ചോറും വെച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ പരിപ്പെടുത്ത് ചുമ്മാ പരിപ്പ് താളിച്ച് വെക്കുകയല്ലേ, തേങ്ങ അരച്ച് വെക്കുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ആ രീതിയിൽ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചാണ് വെക്കുന്നത്. അപ്പം പരിപ്പ് കഴുകി വാരി വെച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചിയും പിന്നെ മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വെക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രീസിൽ വരുന്നത് വെച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഉണ്ടെന്നുണ്ട്, ഇഞ്ചി കുറച്ച് ഇടുന്നുണ്ട്. പരിപ്പായതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് ഇട്ട് അതിൻ്റെ കുത്തലായി പോകും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടൊന്ന് വേവിക്കുന്നത്. പിന്നെ പച്ചമുളകും ഇടുക, പൊടി, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് എല്ലാം കൂടെ ചേർത്ത് തിരുമ്മി അങ്ങ് വെക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം ഓർത്തുന്ന തേങ്ങ അരച്ചിന്ന് വെക്കണ്ട, അരയ്ക്കാനൊക്കെ പോകണം. ഇതൊന്ന് താളിച്ച് വെക്കാമെന്നുള്ള രീതിയിൽ പരിപ്പ് കറിയിൽ താളിപ്പിട്ടുള്ള രീതിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറി ലീഫും ഒക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ആ പരിപ്പ് അഴിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ച കറി ലീഫ് ഭയങ്കര പിഞ്ചായിരുന്നു. പക്ഷെ അത് നല്ല ഒരുപാട് ഒട്ടും വേസ്റ്റായിട്ടില്ല, ഇപ്പോഴും ഉണ്ട് കേട്ടോ, നമ്മുടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വെക്കുന്ന കറി ലീഫ് സൂക്ഷിച്ച് വെക്കുന്നത് ഞാൻ ഇങ്ങനെ ബോക്സിലൊന്നും ഇട്ട് വെക്കാറില്ല. ഞാൻ കൊണ്ടുവരുന്ന കൂട് തന്നെ കവറിനകത്ത് തന്നെ നമ്മൾ 2 കവർ ഒരു 3 കവറിനകത്താക്കി അത് അങ്ങനെ തന്നെ കെട്ടി വെക്കുന്നു. പക്ഷെ അത് കേടാകാറില്ല കേട്ടോ. നമ്മൾ ആ യൂസ് ചെയ്യുന്നോടം വരെ നമുക്ക് യൂസ് ചെയ്ത് തീർക്കുന്നോടം വരെ കരിയാപ്പില ഇവിടെ കേടാകാറില്ല കഴിവതും. കാരണം അത്രയും നന്നായിട്ട് തന്നെ അത് അവിടെ ഇരിപ്പുണ്ട്. നമ്മളിനി ബോക്സിലോട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ കുപ്പിയിലോട്ടൊക്കെ ആക്കിയിട്ട് പിന്നെ അത് ഇരുന്ന് ആവിച്ച് പോകണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട്. അപ്പം ഇത് നല്ല ഐഡിയ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ കവറിനകത്ത് തന്നെ അങ്ങനെ വെക്കുകയോ ചെയ്യുന്നത്. അവർ തരുന്ന കവറുണ്ട്, പിന്നെ അത് കൂടാതെ 1-2 കവറും കൂടിയിട്ട് നമ്മൾ ഒട്ടും എയർ കയറാതെ നന്നായിട്ടതങ്ങ് കെട്ടി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ആയിട്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം അങ്ങനെ ചെയ്യാമെന്നോർത്ത് ചെയ്യുന്നു. പിന്നെയും നമ്മൾ പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ ഇച്ചിരി ഓയിൽ ഇടും കേട്ടോ. എന്തിനാണെന്നോ നമുക്കതല്ലെങ്കിൽ തിളച്ച് ചാടി അവിടെ എല്ലാം ആവും. അപ്പോൾ ഇച്ചിരി ഓയിൽ ഒഴിക്കുന്നത് കൊണ്ട് ഒരുപാട് തിളച്ച് ചാടുന്ന അങ്ങ് നിൽക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് കേട്ടോ, അതിന് വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി ഓയിലൊക്കെ ഒഴിക്കുന്നത്. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി ഇച്ചിരി ഇടുന്നുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടു. അതെല്ലാം കൂടെ തിരുമിയാണ് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെക്കുന്നത്. അതിനുശേഷം ഞാൻ ബാക്കി വന്ന കറി ലീഫെല്ലാം എടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതാണ്ടോ ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെ വെക്കുന്നത്. ഈ രീതിയിൽ തന്നെ ആദ്യത്തെ കൂട് പിന്നെ മറ്റേ അടുത്ത കൂട് അതിന് ശേഷം വേറൊരു കൂട് കൂടെ ഇട്ട് നമ്മൾ കെട്ടി നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്ര ചെയ്യുമ്പോൾ ഇത് കേടാകത്തില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. വേറെ കയറാതെ വെക്കണം എന്നാണ് മെയിൻ ഒരു കാര്യം കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് അടിച്ച് വാരി പരിപ്പടി വരുമ്പോഴത്തേനും നമുക്ക് വീടെല്ലാം ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഹാളിലൊക്കെ കാർപ്പറ്റ് ആയതുകൊണ്ട് നമ്മൾ വാക്യൂം ക്ലീനർ എപ്പോഴും പിടിക്കാറില്ല, കാരണം അത് എടുക്കാൻ പാടാണ്, വലുതായിരിക്കുന്നത്. അതുകൊണ്ട് അത് വീക്കിലി ഒന്നേ പിടിക്കത്തുള്ളൂ. ബാക്കി ഞാൻ എല്ലാ ദിവസവും അടിച്ചു വരും. നമ്മൾ ബ്രഷ് വെച്ച് തന്നെ ചെയ്യും. ഇച്ചിരി പാടാണ് ബ്രഷ് വെച്ച് ചെയ്യണേൽ, ഇച്ചിരി പാടാണ്. ഇനി ചെറിയ ഒരെണ്ണം മേടിക്കണം എന്നൊക്കെ ഉണ്ട്. അല്ലാതെ വളരെ ചെറിയൊന്നും ഒരെണ്ണം നമുക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാർപ്പറ്റെല്ലാം പിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വിൻഡോയുടെ ഇടയ്ക്കൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ഒരെണ്ണം നമുക്കുണ്ട് കേട്ടോ. അല്ലാതെ വേറെ ഒരെണ്ണം മോഡൽ ഞാനിനി ആഗ്രഹിക്കുന്ന നമുക്ക് വാക്യൂം ക്ലീനർ മേടിക്കുമ്പം കോഡ്ലെസ് വയറിൻ്റെ ആയിട്ടുള്ളത് വേണം മേടിക്കാൻ. മറ്റേത് ഞങ്ങൾ കുത്തി വെച്ച് മേടിക്കുന്നതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമില്ല.
അപ്പോൾ ഇനി ഒരെണ്ണം അങ്ങനെ മേടിക്കണം എന്നൊക്കെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യും, ഹസ്ബൻഡ് നമ്മൾക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്തൊക്കെയാണ് മേടിച്ചെന്ന് കാണിക്കാം. പൊറോട്ട മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കുക്കീസ്, പിന്നെ മേടിച്ചിരിക്കുന്നത് നഗ്ഗറ്റ്സ് എന്ന് 2 പാത്രം നഗ്ഗറ്റ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക് തീർന്നായിരുന്നു, അപ്പോൾ അത് പാല് മേടിച്ചു. പിന്നെ ഉള്ളത് 2 മാങ്ങ കേട്ടോ, പച്ച മാങ്ങ കറി വെക്കാൻ മേടിക്കണം. ചെമ്മീൻ ഇരിപ്പുണ്ട്, അപ്പോൾ അത് മേടിക്കണം ഓർത്തായിരുന്നു. അപ്പോൾ ഇതേയും നമ്മുടെ തേങ്ങാപ്പാൽ, പിന്നെ സോയാ സോസ് ആട്ടോ, ഡാർക്ക് സോയാ സോസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാണ്ടയുടെ, അതായത് ഓയിസ്റ്റർ സോസ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ പാസ്തയ്ക്കൊക്കെ വേണ്ടിയാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് കൂട്ടിയിട്ടുള്ള, ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും ഉള്ള ഒരു ജ്യൂസ് പിന്നെ മേടിച്ചിരിക്കുന്നത്. അപ്പം ഈ തേങ്ങാപ്പാലൊക്കെ മേടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് കൂടെ മട്ടൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് മട്ടൻ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മട്ടൻ സ്റ്റൂവും പൊറോട്ടയും കൊടുക്കാമെന്നുള്ള രീതിയിലാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഞാനത് മെറിൻ്റെ അത് ഈ ജ്യൂസ് കൊണ്ടുവന്നപ്പം അത് സാധാരണ സ്ക്വാഷ് മേടിക്കാറ്. അപ്പോൾ ഞാൻ സ്ക്വാഷാണോ ജ്യൂസാണോ എന്നിങ്ങനെ വായിച്ച് നോക്കുന്നത് കേട്ടോ. കാരണം എന്നിട്ട് വേണമല്ലോ നമുക്കത് കൊടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് സ്ക്വാഷ് എന്നുള്ളൊരു ഡൈല്യൂട്ട് ചെയ്യണമെന്നൊന്നും കാണുന്നേ ഇല്ല. പിന്നെ കുറച്ച് നമ്മുടെ ഏത്തയ്ക്ക, നാടൻ ഏത്തയ്ക്ക കേട്ടോ. ഇത് മലയാളിക്കടയിലും പോയി നമ്മുടെ ഇന്ത്യൻ ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇത് എഗ്ഗ് 10-15 എഗ്ഗ് മേടിച്ചിട്ടുണ്ട്. എഗ്ഗ് ഇപ്പോഴും വേണം കേട്ടോ. നമ്മൾ മിക്കവാറും എഗ്ഗൊക്കെ കഴിക്കുന്നവരാണ്. എഗ്ഗ് കറി വെക്കുക, അല്ലെങ്കിൽ പിള്ളേർക്ക് പൊരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി തിന്നുക. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം, നമ്മൾ ചെയ്യാറുണ്ട്, കഴിക്കുന്ന കേട്ടോ. അപ്പോൾ മുട്ട തീരുന്നതനുസരിച്ച് എപ്പോഴും തന്നെ മുട്ട മേടിക്കും. പിന്നെ മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇന്ത്യൻ കടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഷോപ്പിലും പോയി, മറ്റേ അത് കഴിഞ്ഞിട്ടാണ് ലിഡിലിൽ പോയി, അങ്ങനെ 1-2 കടകളിലെല്ലാം പോയി കടകളെല്ലാം ചുറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ആ ഡിഷ് വാഷറിൻ്റെ പ്ലേറ്റുകളെല്ലാം എടുത്തുനിന്ന് ക്ലീൻ ആയിട്ടുണ്ട്, അതെല്ലാം എടുത്ത് വെച്ച്. പിന്നെ ബാക്കിയോടെ കാണിക്കാം കേട്ടോ. പിന്നെ ആപ്പിൾ മേടിച്ചായിരുന്നു, പിന്നെ പിസ്സ പോലത്തെ സ്നാക്സ് ഐറ്റം, പിന്നെ ബ്രെഡ്, ഇത് സ്വീറ്റായിട്ടുള്ള ബ്രെഡ്. അപ്പം ഈ ബ്രെഡും പൊറോട്ടയും മട്ടനും കൊടുക്കാൻ ഓർത്തത്. പിന്നെ അത് പുറത്തുനിന്ന് സ്വീറ്റ് ബ്രെഡും മട്ടനും ആക്കാന്നൊക്കെയുള്ള രീതിയിലിരിക്കുന്നു. പിന്നെ കാബേജ്, ക്യാരറ്റ്, കാരണം ഞാൻ പറഞ്ഞില്ല പച്ചക്കറികളൊക്കെ തീർന്നായിരുന്നു, എല്ലാം തീർന്നായിരുന്നു. അപ്പം അത് മേടിച്ച് കുറച്ച് ഗ്രീൻ പീസ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം ഇനി ഗ്രീൻ പീസ് ഫ്രീസറിലോട്ട് വെക്കുക ചെയ്യുന്നത്, ഇപ്പോൾ എടുക്കുന്നില്ല. നമുക്ക് പിന്നെ ആവശ്യം, ഇന്നിപ്പോൾ പരിപ്പ് കറി വെച്ചല്ലോ, അതുകൊണ്ടൊന്നും വെക്കുന്നത്. പിന്നെ ഓനിയൻ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒനിയൻ പാക്കറ്റായിട്ട് മേടിച്ചു. അതുപോലെ പൊട്ടറ്റോ ഒരു പാക്കറ്റ് മേടിച്ചു. കാരണം ഞാൻ സാമ്പാർ വെക്കണം ഓർത്തപ്പോൾ സാമ്പാർ നമുക്കൊരു കഷ്ണം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പരിപ്പ് കറി ആക്കിയത്. പിന്നെ പിള്ളേർക്ക് വൈകിട്ട് വരുമ്പോഴത്തേനും കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ചീസ് കേക്ക് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും കൊടുക്കാമല്ലോ. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ പിള്ളേരുടെ എല്ലാം എടുത്തു. ഇതിനിടയ്ക്ക് ഒരുപാട് വർക്കെല്ലാം നടന്നു. നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ചെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞാൻ നമ്മൾ ഗാർഡനിലോട്ട് ചുമ്മാ ഇറങ്ങി. ചുമ്മാ ഗാർഡൻ എന്ന് പറയാൻ പറ്റുന്നത്, കാരണം ഞാൻ നോക്കുമ്പോൾ ചെടിയെല്ലാം നിനക്ക് ഇറങ്ങിയപ്പോൾ ഇത് സ്ട്രോബെറി പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ അന്ന് ഓർത്ത് ആ സ്ട്രോബെറി കട്ട് ചെയ്തങ്ങ് എടുത്തേക്കാം. ഒത്തിരി ഒന്നും ഉണ്ടായിട്ടുമില്ല, പക്ഷേ എന്നാ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മധുരം. പിള്ളേർ ഒരാളെ കഴിച്ചുള്ളൂ സത്യം പറഞ്ഞത്. ഇത് കഴിച്ചിട്ട് പിന്നെ 2 എണ്ണമല്ലേ ഉണ്ടാകുള്ളൂ. ഇളയ ആൾ കഴിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇത്രയും ടേസ്റ്റുള്ള സ്ട്രോബെറി കഴിച്ചിട്ടില്ലെന്നാണ്, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ വേറൊരു ദിവസം ഞാൻ അടുത്തത് പഴുത്തപ്പോൾ ഞാൻ കഴിച്ച് നോക്കി കേട്ടോ. ശരിക്കും നല്ലൊരു സ്ട്രോബെറി തന്നെയാണ്, നല്ല പണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ വേറെ ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇതിലുണ്ടായപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല സ്ട്രോബെറി ആയിരുന്നു. ഇതിനു മുമ്പ് ഞാനിതിനിടയ്ക്ക് ഉറങ്ങി, അതുപോലെ പിള്ളേരെ അടുത്ത് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഈ സ്ട്രോബെറിയുടെ ഭാഗം കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഹസ്ബൻഡ് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മട്ടൻ കറി പുള്ളി തന്നെ കഴുകി വെച്ച് സ്റ്റൂ കറി ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ പോയത്. പിള്ളേർ വരുമ്പോൾ വേണമെങ്കിൽ എനിക്ക് മട്ടൻ കറിയും ബ്രെഡും കൊടുക്കുക, അല്ലെങ്കിൽ പൊറോട്ട കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ കറി ഡിന്നറിലോട്ടാണ് മെയിനായിട്ട് വെച്ചിരുന്നത്. അപ്പം ഞാൻ പിന്നെ അതൊന്നും കാണിക്കാൻ ഹസ്ബൻഡ് വന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇല്ല, കാരണം എടുക്കാനോ ഒന്നും പറ്റത്തില്ല. പെട്ടെന്ന് പുള്ളിയെല്ലാം ചെയ്യുന്നു, നമുക്കതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത് തന്നെ വെച്ചാൽ അത്ര ഇഷ്ടമില്ല വീഡിയോ എടുക്കുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും പറക്കുമ്പോഴൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. ഇറങ്ങിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിള്ളേരെ എടുത്തുകൊണ്ട് വന്നിട്ട് വൈകിട്ട് ജസ്റ്റ് ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അന്നേരമാണ് ഈ ഒരു ഷോർട്ടിന് വേണ്ടി ഞാൻ എടുത്താണ് ഈ സ്ട്രോബെറിയുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനോർത്ത് നമ്മുടെ ഈ വീഡിയോയിലോട്ട് ഇട്ടേക്കാം. ഷോർട്ടിന് ഞാൻ പറയുന്നില്ല, പാട്ട് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്തുകൊണ്ട് ഇതെടുത്ത് ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
ഇനി ഇന്ന് എനിക്ക് എന്നിട്ട് നൈറ്റിന് പോവുകയും ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം എനിക്ക് ഉറങ്ങാനൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ റെഡിയായി ഡ്യൂട്ടിക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം കഴിഞ്ഞ ആഴ്ച എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഓഫ് കിട്ടിയിട്ട് വേണം ഇതിനൊരു വോയിസ് കൊടുത്ത് വിടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസും വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.